രക്ഷിക്ക്, ഞങ്ങളുടെ മൃഗങ്ങളെ രക്ഷിക്ക്. അല്ലേ? നമ്മുടെ ജീവൻ നമുക്ക് വില കൽപ്പിക്കുന്നത് പോലെ ഒരു വിലയും കൽപ്പിക്കാത്ത ആളുകളാ അവര്. സത്യമായിട്ട് പറയാം, എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ലേ? അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാലും കുഴപ്പമില്ല. മുല്ലപ്പെരിയാർ പൊട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജനലക്ഷങ്ങൾ ജാതി മത രാഷ്ട്രീയം മറന്ന് ആ റസൽ ജോയിയോട് കൂടെ നമ്മൾ കൂടണം. റസൽ ജോയിയോട് കൂടണം. നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി എത്രയും വേഗം അവിടെ അണക്കെട്ട് കെട്ടുകയോ അല്ലെങ്കിൽ ആ ഡോക്ടർ ശ്രീധരൻ പറഞ്ഞ പരിഹാരം ചെയ്യുകയോ വേണം. മനുഷ്യ സ്നേഹികളായ നമ്മൾ ഒന്നിക്കണം. അല്ലാതെ അതിൽ യാതൊരു കാര്യവുമില്ല. ഇത് പറയുമ്പോ പലരും നമ്മളെ എതിർക്കും, ചീത്ത പറയും. എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ദൈവം നമുക്ക് തരുന്ന ആയുസ് ആരോഗ്യത്തോടെ ബലത്തോടെ നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കള്, നമ്മുടെ സ്നേഹിതര്, നമ്മുടെ അയൽക്കാര്, അവരുടെ ജീവൻ വിലയുള്ളതാണ്. അവരുടെ ആ ജീവനേക്കാൾ വിലയുള്ളത് ഈ ഭൂമിയിൽ ഒന്നുമില്ല. നമുക്കൊന്ന് ഏക്കർ കണക്കിന് സ്ഥലങ്ങളോ മന്ത്രിപദങ്ങളോ ഒന്നും നമുക്ക് ആർക്കുമില്ല. അവർക്ക് അതൊക്കെയാ വലുത് മനുഷ്യന്റെ ജീവനേക്കാൾ. പ്രതിപക്ഷവും കണക്ക് തന്നെ, ഭരണപക്ഷവും കണക്ക് തന്നെ. ആരും ഒന്നും വേണ്ടതില്ല. അവർക്ക് അടിയിൽ കൂടെ നല്ല വരുമാനം. കറവപ്പശുവാണ് മുല്ലപ്പെരിയാർ. പറഞ്ഞങ്ങോട്ട് തീർക്കുക. ഇനി ചിലപ്പോ പറയാൻ പറ്റിയില്ലെങ്കിൽ. അതുകൊണ്ട് കാലം തീരാറായി, ലോകം അവസാനിക്കാറായി. ദുഷ്ടന്മാർ പെരുകിക്കൊണ്ടിരിക്കുന്നു. പണമുണ്ടാക്കുന്നവർ ദ്രവ്യാഗ്രഹികൾ വർദ്ധിക്കുന്നു. മനുഷ്യർ കൊലപാതകികളും ദുഷ്ടന്മാരുമാകുമ്പോൾ മറുവശത്ത് മനുഷ്യ സ്നേഹികളായ കുറെ പേരുണ്ട്. മനുഷ്യ സ്നേഹികളായ ആ കുറെ പേരുടെ ശബ്ദമാണ് ഈ ശബ്ദം. യേശു പറഞ്ഞു, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ആ ഒരൊറ്റ കൽപ്പന മതി ഈ ലോകം മുഴുവൻ സമാധാനത്തിൽ ജീവിക്കാൻ. എന്റെ അയൽക്കാരൻ ആരോ, ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, അവന് നന്മ ചെയ്യുക, അവൻ ഒരു ദോഷവും ചെയ്യരുത്. ആ കൽപ്പന നമ്മുടെ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും ഒന്ന് പാലിച്ചിരുന്നെങ്കിലോ യുദ്ധം ഉണ്ടാവുമോ? യുദ്ധം ഉണ്ടാവുമോ? ഒരു മനുഷ്യന്റെ നേരെ വാളെടുക്കുമോ? ഒരിക്കലുമില്ല. ആ ഒരു കാലം യേശു ക്രിസ്തു രാജാതി രാജാവായി യെരൂശലേം കേന്ദ്രമാക്കി ഇവിടെ ഭരിക്കാൻ പോകുന്നു. വിശുദ്ധ ബൈബിൾ പറയുന്നു, അന്ന് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. യേശു ഈ ഭൂമിയിൽ രാജാവായി യെരൂശലേം കേന്ദ്രമാക്കി ലോകം മുഴുവൻ ഭരിക്കുമ്പോൾ അന്നിവിടെ മിലിറ്ററി ഇല്ല, പട്ടാളമില്ല, ആയുധങ്ങളില്ല. പാറ്റൻ ടാങ്കുകളും AK-47 മമ്മട്ടിയും കൊഴുക്കളുമാക്കി ആളുകൾ കൃഷി ചെയ്യും. എല്ലാ രാജ്യങ്ങളിലും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അതിരുകളില്ല, അതിർത്തികളില്ല. തമ്മിലുള്ള സ്നേഹവും സമാധാനത്തിലും അന്ന് മനുഷ്യർ ജീവിക്കും. എന്നാൽ ഇന്ന് മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തില്, അവന്റെ കുടുംബത്തിൽ ദൈവരാജ്യം വരികയാ. ഞാൻ പറഞ്ഞല്ലോ, മദ്യത്തിന് മയക്കുമരുന്നിന് അടിമയായി ജീവിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി, പേര് ഞാൻ പറയുന്നില്ല, ആ പാർട്ടിയിൽ അംഗമായിരുന്ന ഞാൻ എതിർ പാർട്ടിക്കാരനെ കൊല്ലുവാൻ ഇരുമ്പ് വടിയും കൊണ്ട് നടന്നവനാ ഞാൻ. കോളേജിലെ പഠനത്തില് ആ ഇരുമ്പ് വടിയും പിടിച്ച് കൊല്ലാൻ നടന്ന ഞാൻ ഇന്ന് യേശു ക്രിസ്തുവിന്റെ വചനമെന്ന വാളുമായി പിശാചിന്റെ പിടിയിൽ നിന്ന് അനേകരെ രക്ഷിക്കുവാൻ അനേകർ ഈ പ്രസംഗം കേട്ട് യേശുവിന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. ഹിന്ദുക്കളായ സ്നേഹിതന്മാര്, മുസ്ലിങ്ങളായിട്ടുള്ളവര്. ഞാൻ പറഞ്ഞല്ലോ, എവിടെ ഞങ്ങൾ ചെല്ലുന്നുവോ അവിടെ ഞങ്ങൾക്ക് ഇത് കഴിയുമ്പോ ബിരിയാണി വേണോ, ചായ വേണോ, പൊറോട്ട വേണോ? ഞാൻ പറഞ്ഞു, ഒന്നും വേണ്ട, ഈ യേശുവിനെ നിങ്ങൾ സ്വീകരിച്ചാൽ മതി. യേശുവിനെ സ്വീകരിച്ച് നിങ്ങളും ഈ യേശുവിനെ പ്രസംഗിക്കുന്ന ആളാകണം. നിങ്ങൾ മുഖാന്തരം നിങ്ങളുടെ കുടുംബം രക്ഷ പ്രാപിക്കണം. നിങ്ങൾ മുഖാന്തരം നിങ്ങളുടെ ദേശം അനുഗ്രഹിക്കപ്പെടണം. നിങ്ങൾ മുഖാന്തരം രാജ്യം അനുഗ്രഹിക്കപ്പെടണം. സമാധാനം ഉണ്ടാക്കുന്നവൻ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ഞാനിവിടെ എന്റെ സംഭാഷണം നിർത്തുന്നു. കാലം തികഞ്ഞു. ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ.